പെപ്പർസ്കോപ്പിന്റെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കാനഡയിൽ പണപ്പെരുപ്പ നിരക്ക് കുറയുന്നത് ആശ്വാസകരമായ വാർത്തയായി. ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് വാർഷിക പണപ്പെരുപ്പം 1.8% കുറഞ്ഞു. നിലവിൽ കാനഡയിൽ ഇന്ത്യൻ ഏജന്റുകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് RCMP കമ്മീഷണർ മൈക്ക് ഡുഹം പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടു വരുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ. ബാങ്ക് ഓഫ് കാനഡ തങ്ങളുടെ പ്രധാന പലിശ നിരക്ക് മാറ്റമില്ലാതെ 2.25% തന്നെ നിലനിർത്തി. സമാനമായി അമേരിക്കൻ ഫെഡറൽ റിസർവും പലിശ നിരക്ക് നിലവിലെ പലിശ നിരക്കിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. എഡ്മണ്ടനിലെ അസറ്റ് ആൽബർട്ടയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു. എഡ്മണ്ടനിലെ മലയാളി സമൂഹത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മഞ്ജു സാംസൺ അവതാരകയായ ഈ ചടങ്ങ് മുതിർന്ന കുടിയേറ്റക്കാരായ അന്നമ്മ എബ്രഹാം, റേച്ചൽ മാത്യു, രാജമാൽ റാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മിസിസാഗയിൽ മലയാളി മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഈദ് ആഘോഷങ്ങൾ നടന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. വാർത്തകൾ വായിച്ചത് ശ്രേയ ജോയ്. നന്ദി, നമസ്കാരം.